അപ്പോൾ ഫജ്റുൽ അമാനിൽ ഇന്ന് നമുക്ക് ഗസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത് സൗദിയിലെ അൽഖോബാറിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ലുബൈക്കും റുഷ്നയും. അപ്പോൾ ഇവർക്ക് സൗദിയിലൊരു കമ്പനിയൊക്കെ ഉണ്ട്, നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാം. എന്താ നിങ്ങളുടെ കമ്പനി? നമ്മൾ ടാക്സിറ്റ് വേൾഡ് എന്നുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻസിയാണ്, അൽഖോബാർ ബേസ്ഡ്. ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ബിസിനസ് സെറ്റപ്പ്, ട്രേഡിംഗ് സർവീസ്, പിന്നെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ, എനി കൈൻഡ് ഓഫ് ബിസിനസ് സപ്പോർട്ട് നമ്മൾ സൗദിയിലുള്ള ഫേംസ് ഖത്തറിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് ഫജ്റുൽ അമാൻ വഴി വരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹെൽപ്പ് ദം വെരി ബെറ്റർ. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് സൗദിയിൽ കമ്പനി സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് ചോദിക്കാം. പിന്നെ ഇപ്പം നമ്മളൊരു കമ്പനി റൺ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ നമ്മളെ കമ്പനിയിൽ ഒരു സ്റ്റാഫിനെ, എംപ്ലോയിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളതൊരു മാനദണ്ഡമായിട്ട് കണക്കാക്കാറുള്ളത്? പൊതുവേ നമ്മൾ സൈക്കോമെട്രിക് പ്രൊഫൈലിംഗ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, അതുപോലെ ടീം ഫിറ്റ് അസസ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. എന്നാലും ഫ്രം മൈ പാർട്ട് ഖുർആൻ കൊണ്ട് ഒരുപാട് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ എന്താ പറയുന്നത് എന്നുള്ളത് നിങ്ങളെടുത്ത് നമുക്ക്. അതെ, തീർച്ചയായും ഖുർആനിൽ നമ്മളൊരു എംപ്ലോയിനെ ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട വാല്യൂസ് പറയുന്നുണ്ട്. ഏതാണ് ആ വാല്യൂസ്? ഏതൊക്കെ ആ ആയത്ത് ഏതാണ്? إن خير من استأجرت القوي الأمين. അതെ, അപ്പോൾ കവി അതുപോലെ അമീൻ, ഈ രണ്ട് വാല്യൂ. അതായത് കവി എന്ന് പറയുമ്പോൾ ആൾ ക്യാപ്പബിൾ ആയിരിക്കണം, വേണ്ട സ്കിൽസൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അമീൻ, വിശ്വസ്തനായിരിക്കണം എന്നാണ്. അമീൻ അത് അമാനത്തിൽ നിന്ന് വന്നതല്ലേ, അതായത് റെസ്പോൺസിബിലിറ്റിയും വിശ്വസ്തതയും അല്ലേ. എത്ര സ്കിൽഫുൾ ആയിട്ടും കാര്യമില്ല, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയി എന്ന് പറയുന്നത് റെസ്പോൺസിബിളും ആയിരിക്കണം, അതേപോലെ ട്രസ്റ്റ് വർത്തി, വിശ്വസ്തയോഗ്യനുമായിരിക്കണം. അത് ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും